ശ്രീവത്സം ഭഗവാന്റെ നെഞ്ചിലുള്ള അടയാളമാണ്. ഭൃഗു മഹർഷി കോപിഷ്ഠനായി ചവിട്ടിയപ്പോൾ ഉണ്ടായ പാടാണിത്. പാഞ്ചന്യം ഭഗവാന്റെ ശംഖാണിത്. ഇതിന്റെ സ്പർശന ശക്തി കൊണ്ടും നാദം കൊണ്ടും മനുഷ്യൻ ജ്ഞാനിയായി തീരുന്നു. സുദർശന ചക്രം വജ്രനാഭം എന്നുകൂടെ അറിയപ്പെടുന്നു. 108 അരങ്ങളോട് കൂടിയ ഈ ചക്രം വിശ്വകർമാവ് സൂര്യാംശം കൊണ്ട് നിർമ്മിച്ചതാണെന്ന് പറയുന്നു. കൗസ്തുഭം പാലാഴി മഥനത്തിൽ ലഭിച്ച ഈ ചുവന്ന രത്നത്തെ മഹാവിഷ്ണു തന്റെ ഖണ്ഡത്തിൽ ധരിച്ചിരിക്കുന്നു. കൗമോദകി കൗ എന്നാൽ ഭൂമി എന്നർത്ഥം. കൗമോദകൻ എന്നാൽ ഭൂമിയെ വേദിപ്പിക്കുന്നവൻ. അതിനാൽ ആയുധമായ ഗദയ്ക്ക് കൗമോദകി എന്ന പേര് ലഭിച്ചു. പത്മം പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയെ ഇത് പ്രതിനിധാനം ചെയ്യുന്നു. ഭഗവാന്റെ നാഭിയിൽ നിന്നും ഉയർന്നു വരുന്നതായി പറയുന്നു. നന്ദകം ഇന്ദ്രനിൽ നിന്ന് ലഭിച്ച വാളാണ് നന്ദകം. ശാർംഗകം ഇതൊരു വൈഷ്ണവ ചാപമാണ്. ശിവനും വിഷ്ണുവും തമ്മിലുള്ള ബലപരീക്ഷണത്തിനായി വിശ്വകർമാവ് ഇരുവർക്കും നിർമ്മിച്ചു കൊടുത്തതാണ് ഈ വില്ല്. വൈജയന്തി ഭഗവാന്റെ മാലയാണിത്. 5 രത്നങ്ങൾ ഒന്നിച്ചു ചേർന്ന ഈ മാലയ്ക്ക് വനമാല എന്നും പേരുണ്ട്. മകരകുണ്ഡലം ഭഗവാന്റെ കർണാഭരണമാണ്. ഇതുകൂടാതെ ദാരുകൻ എന്ന സാരഥിയും സുഗ്രീവൻ, ശൈബ്യൻ, മേഘപുഷ്പൻ, മാലോകൻ എന്നീ 4 കുതിരകളും വാഹനമായി ഗരുഡനും യോഗനിദ്ര കൊള്ളുന്ന ശയ്യയായി അനന്തനും ഭഗവാനുണ്ട്.